പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വളരെ മോശമായ തരത്തിലുള്ള പ്രചാരണങ്ങൾ x.comലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. വളരെ മോശമായിട്ട് നമുക്ക് ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, മോദിയുടെ പദ്ധതികളോട് വിയോജിപ്പുണ്ടാകാം, ഭരണത്തോട് എതിർപ്പുണ്ടാകാം. പക്ഷേ നമ്മൾ പുലർത്തേണ്ട മര്യാദകളുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനങ്ങൾക്കും ഒരു അതിർവരമ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതൊന്നും ചിന്തിക്കാതെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, മോശമായിട്ടുള്ള രീതിയിൽ പ്രധാനമന്ത്രിയെയും എന്തിനേറെ പറയുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പോലും ചിത്രീകരിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, പ്രചാരണങ്ങൾ, ചിത്രങ്ങൾ, പ്ലക്കാർഡുകൾ, അതിലുപരിയായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വീഡിയോകൾ, AI വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് നരേന്ദ്രമോദിക്കെതിരായ പ്രചാരണം നടത്തിയവരെ ഓരോരുത്തരെയായിട്ട് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് x.comനോട് കൂടുതൽ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. എന്ന് വെച്ചാൽ സമരത്തിന്റെ മറവിൽ നിയമം ലംഘിച്ച ആരെയും പോലീസ് വെറുതെ വിടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ വളരെ കൗതുകമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി എന്ന് പറയുന്നത് 105 മില്യൺ ഫോളോവേഴ്സ് ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. പാറ്റകൾ സമരം ചെയ്തത് കാരണം മോദിക്ക് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിൽ ഉണ്ടായ വർധനവ് ഏകദേശം 4 മുതൽ 5 മില്യൺ ആണ്. എന്ന് വെച്ചാൽ 50 ലക്ഷത്തോളം പുതിയ ഫോളോവേഴ്സ് നരേന്ദ്രമോദിക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ വ്യക്തമാവുന്നത്. പാറ്റ സമരം കൊണ്ട് മോദിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ഇടിയുകയല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ, പേളിമണി അവരുടെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു പ്രതികരണം, അത് കേൾക്കുന്ന സമയത്ത് കുറെ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ഇവർക്കൊരു സംഘ അനുഭാവമുണ്ട് എന്ന്. അങ്ങനെ സംഘപരിവാറിനോട് ഒരു ആഭിമുഖ്യമുണ്ട് എന്ന് കുറെ പേർക്ക് തോന്നിയപ്പോൾ തന്നെ ഇവിടെ പേളിമണിയെ അൺഫോളോ ചെയ്തു പോയത് 5 ലക്ഷത്തോളം പേരാണ്. അതേ സമയത്ത് ദേശീയ തലത്തിൽ നോക്കിയാൽ നരേന്ദ്രമോദിക്ക് 50 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ സാഹചര്യവും ദേശീയ സാഹചര്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ സംഘപരിവാറിനോടൊരു ചെറിയ ചായ്വുണ്ടെന്ന് തോന്നിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം ഒരു പ്രധാന മുഖ്യധാര അവതാരകയായിട്ടുള്ള വ്യക്തി കൂടിയായിട്ടുള്ള പേളിക്ക് സംഭവിച്ചിരിക്കുകയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ധമായ രാഷ്ട്രീയ വിരോധം എന്നതിൽ നിന്ന് നമ്മുടെ സമൂഹം പുറത്തു കിടക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ജനാധിപത്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എന്ത് കഴിക്കണം അല്ലെങ്കിൽ എന്ത് വസ്ത്രം ഇടണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമെന്ന് വലിയ വാചക കസർത്ത് ഇവിടെ നിന്നുകൊണ്ട് നടത്തുമ്പോൾ, ഏതെങ്കിലും ഒരാൾ അവരുടെ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കുക, അവരെ തന്നെ തീർക്കുക, അവരിനി വേണ്ട ഇവിടെ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ തകർക്കുക, ഇത്തരത്തിലൊക്കെയാണ് നമ്മളിവിടെ ജനാധിപത്യം കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതിനിടയിൽ പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും പ്രധാനമന്ത്രി അതൊന്നും ഒരല്പം പോലും ബാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നരേന്ദ്രമോദി ആരെങ്കിലും ഫോളോ ചെയ്യുന്നതോ ഫോളോ ചെയ്യാത്തതോ മോദിയുടെ ആഗോള സ്വാധീനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇപ്പോൾ ഈ സമരം നടന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അവിടെ പോയതൊക്കെ നമ്മൾ കണ്ടു, പാറ്റ സമരത്തിൽ. പക്ഷേ അതൊന്നും തന്നെ നരേന്ദ്രമോദിയുടെ വ്യക്തി പ്രഭാവത്തെയോ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തെയോ ഒരു തരത്തിലും സ്വാധീനിക്കുന്ന ഒന്നല്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടുകൂടി ആയിരിക്കാം അദ്ദേഹത്തിന് 105 മില്യണോളം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പോസ്റ്റ് ചെയ്ത ആദ്യത്തെ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് 400 മില്യൺ കാഴ്ചക്കാരാണ്. എന്ന് വെച്ചാൽ 40 കോടിയോളം പേര് ഇതിനോടകം ആദ്യ വീഡിയോ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ ഏകദേശം 27.7 കോടിയോളം പേരും, മൂന്നാമത്തെ വീഡിയോ 17.5 കോടിയോളം പേരും കണ്ടിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാമിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് സോ കോൾഡ് ഇന്നത്തെ ജെൻസി നേതാക്കളെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ്. നരേന്ദ്രമോദി ശരിക്കും ഒരു ഇൻസ്റ്റാ താരമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഒരു ലീഡറാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ 1ാം സ്ഥാനമാണ് ആ കാര്യത്തിൽ. ഒരു ലോകത്തെ ഒരു രാഷ്ട്രീയക്കാരന്, ഒരു നേതാവിന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കെന്ന് നോക്കിയാൽ നമുക്കറിയാം, നരേന്ദ്രമോദി ആയിരിക്കും ആ പേര്. അപ്പൊ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജെൻസിയൊക്കെ മോദിക്കെതിരാണ്, മോദി ഭരണത്തിനെതിരാണ് എന്നാണ്. അത് പച്ചക്കള്ളമാണ് എന്ന് മാത്രമല്ല, അതിന്റെ പുറകിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് വേണം കരുതാൻ. ഇവിടത്തെ ജെൻസി നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്നതാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പൊതുവെ ജെൻസികളുടെ പ്രധാനപ്പെട്ട തട്ടകമായ പ്ലാറ്റ്ഫോമിൽ പോലും കിട്ടുന്ന മോദിക്കുള്ള പിന്തുണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.